കുട്ടികൾ കളിക്കട്ടെ, നമുക്ക് പഠിക്കാം. അവരെ കളിയിലൂടെ പഠിപ്പിക്കാൻ ഈ കളി കാര്യമാണ്. ലാംഗ്വേജ് ലാഡർ, a playway method of learning language from Masters Club of English. ഇംഗ്ലീഷിനെ പേടിയാണോ? എന്നാൽ ഇനി പേടിക്കണ്ട, നമുക്കിനി കളിച്ചുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാം. മാസ്റ്റേഴ്സ് ലേണിംഗ് സൊല്യൂഷൻ്റെ ലാംഗ്വേജ് ലാഡറിലൂടെ. നമ്മുടെ കുട്ടികൾക്കൊക്കെ കളികൾ ഇഷ്ടമാണ്. കളികളിലൂടെ അവർക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടായാലോ തീർച്ചയായിട്ടും അത് അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇംഗ്ലീഷ് ഭാഷ അതിലുള്ള ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ കുട്ടികൾക്ക് ഒരു പ്ലേവേ മെത്തേഡ് തന്നെ വിഭാവനം ചെയ്യുകയാണ് മാസ്റ്റേഴ്സ് ക്ലബ് ഓഫ് ഇംഗ്ലീഷിൻ്റെ ഈ ലാംഗ്വേജ് ലാഡർ എന്ന് പറയുന്ന പദ്ധതി. പാമ്പും കോണിയും ഒക്കെ നമ്മൾ എത്രയോ ചെറുപ്പം മുതൽ തന്നെ കളിക്കുന്നതാണ്. സമാനമായിട്ടുള്ള കളികളിലൂടെ അതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിച്ച് അതിന് ഉത്തരം പറയാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നതിലൂടെ ഇംഗ്ലീഷ് ഭാഷയും അതിൻ്റെ ആശയവിനിമയവും കുട്ടികൾക്ക് നല്ല രീതിയിൽ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. എൻ്റെ നിയോജകമണ്ഡലത്തിലെ ഒരു സ്കൂളിലടക്കം ഞാനിത് പ്രാവർത്തികമാക്കാൻ അടുത്ത അധ്യയന വർഷം മുതൽ ആലോചിക്കുന്നുണ്ട്. ശ്രീ ഷാജി മോനായിയുടെ നേതൃത്വത്തിലുള്ള ഈ ലാംഗ്വേജ് ലാഡറിന്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള മാസ്റ്റേഴ്സ് ക്ലബ് ഓഫ് ഇംഗ്ലീഷിന് ഞാൻ എല്ലാവിധത്തിലുള്ള ആശംസകളും അറിയിക്കുകയാണ്. ഈ പദ്ധതി തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക്, പ്രത്യേകിച്ചും സർക്കാർ സ്കൂളുകളിലെ ഗ്രാമീണ മേഖലയിലെ കുട്ടികൾക്ക് ഇംഗ്ലീഷിലുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വലിയ രീതിയിൽ ഉപകരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഹായ്, ഞാൻ ഷാജി മോനായി, മാസ്റ്റേഴ്സ് ക്ലബ് ഓഫ് ഇംഗ്ലീഷിൻ്റെ കരിക്കുലം ഡെവലപ്പർ. 17 വർഷമായി ഞങ്ങൾ ഇംഗ്ലീഷ് ഭാഷാബോധന രംഗത്ത് പല വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ നടത്തി വരികയാണ്. വളരെ ലളിതവും രസകരവുമായി കുട്ടികളെ എങ്ങനെ ഇംഗ്ലീഷ് പഠിപ്പിക്കാം എന്ന പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഹവർത്തിത പഠനത്തിൻ്റെ അനന്ത സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ രൂപകൽപ്പന ചെയ്ത ഒരു ഇംഗ്ലീഷ് ഭാഷാ പഠന സഹായിയാണ് ലാംഗ്വേജ് ലാഡർ. കളിച്ചുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുവാൻ മാസ്റ്റേഴ്സ് ലേണിംഗ് സൊല്യൂഷൻ കൊണ്ടുവരുന്നു a playway method of learning English, ലാംഗ്വേജ് ലാഡർ. ലാംഗ്വേജ് ലാഡർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് പണ്ടൊക്കെ നമ്മൾ കളിച്ചിരുന്ന സ്നേക്ക് ആൻഡ് ലാഡർ ഗെയിമാണ്. അതേ മെത്തേഡ് തന്നെയാണ് ഈ ഒരു കളിയിലും ഫോളോ ചെയ്യുന്നത്. ഇതാണ് ലാംഗ്വേജ് ലാഡറിൻ്റെ സ്റ്റാൻഡേർഡ് ലേണിംഗ് കിറ്റ്. ഇതിൽ നമുക്ക് കാണാം ഒരു ടീച്ചിങ് മാനുവലുണ്ട്, അതുപോലെ 6 ബോർഡ്സും ഉണ്ട്. ഇതൊരു ബോർഡ് ഗെയിമാണ്. സോ ഈ ബോർഡ് ഗെയിം എങ്ങനെ കളിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞു തരാം. വളരെ ഈസിയാണ്, നിങ്ങൾക്കറിയാം കുറേ പിക്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ 2 അതിലധികമോ പ്ലെയേഴ്സിന് ഇത് കളിക്കാം. അപ്പോൾ ആദ്യം ആരാണ് കളിക്കുന്നതെന്ന് നമുക്ക് ടോസ് ഇട്ടിട്ട് തന്നെ തീരുമാനിക്കാം. എന്നിട്ട് ആരാണ് കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന നമ്പർ അനുസരിച്ചിട്ട് കളി ഫോർവേഡ് ചെയ്ത് പോകും. ഇപ്പോൾ 3 എന്നുള്ള നമ്പറാണ് കിട്ടുന്നതെങ്കിൽ 1, 2, 3. അപ്പോൾ ഈ ഒരു ബോക്സിലാണ് അത് വന്ന് നിൽക്കുക. അപ്പോൾ അതിൽ കാണുന്ന ആക്ഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ചോദ്യം നമ്മൾ ഒപ്പോണൻറ്റിനോട് ചോദിക്കും. അതിന് ആൻസർ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അയാൾക്ക് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ദ സെയിം പേഴ്സൺ ഹാസ് ടു കണ്ടിന്യൂ. ഇനി 2ൽ കൂടുതലാണ് പ്ലെയേഴ്സ് എങ്കിൽ രണ്ടാമത്തെ ആൾക്ക് ആൻസർ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് കളി പാസ് ചെയ്ത് പോവാം. അങ്ങനെയാണ് ഈ കളി കണ്ടിന്യൂ ചെയ്യുന്നത്. ഈ ബോർഡ് ഗെയിം ഒരു ജസ്റ്റ് കളി മാത്രമല്ല, നിങ്ങൾക്ക് ഒരുപാട് ലാംഗ്വേജ് ഔട്ട്പുട്ട്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ വൊക്കാബുലറി ഒരുപാട് ഇൻക്രീസ് ചെയ്യാൻ ഇത് ഹെൽപ്ഫുള്ളാണ്. വൊക്കാബുലറി മാത്രമല്ല, അതുകൂടാതെ പാർട്സ് ഓഫ് സ്പീച്ച്, മോഡൽ ഓക്സിലറീസ്, ടെൻസസ്, പിന്നെ സെൻറ്റൻസ് സ്ട്രക്ചർ, ഇങ്ങനെ ഒരുപാട് ലാംഗ്വേജ് ഔട്ട്പുട്ട്സ് നിങ്ങൾക്ക് ഇതിന് പഠിക്കാൻ സാധിക്കും. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 6 ഗെയിം ബോർഡ്സ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് ഗെയിം ബോർഡ് വന്നിട്ട് ബോഡി. ഈ ബോഡി എന്ന് പറയുന്നത് ഇതിലുള്ള പിക്ചേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഇതിൽ ഒരുപാട് ബോഡി പാർട്സ് ഉണ്ട്. ഇതിൽ നമുക്ക് മെയിനായിട്ട് വരുന്ന ലാംഗ്വേജ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യുക, അതുപോലെ ബോഡി പാർട്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, പിന്നെ സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുക, അതിനുള്ള ആൻസേഴ്സ് കണ്ടെത്തുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് സെൻറ്റൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കപ്പബിലിറ്റിയും കൂടി വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ 3rd പിക്ചർ നമുക്ക് എടുക്കുകയാണ്. ഇപ്പോൾ ഡൈസ് ഇട്ട് 3rd നമ്പർ കിട്ടി. 3rd പിക്ചറിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു ഫോർഹെഡ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ നമുക്കതിനോട് ചോദിക്കാൻ പറ്റുമെന്ന് ആലോചിക്കാം. അപ്പോൾ എന്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ വാട്ട് ഈസ് ദിസ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട് ക്യാൻ യു ഡൂ വിത്ത് ദ ഫോർഹെഡ് എന്ന് ചോദിക്കാം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇതാ ഇവിടെ വന്നു, യു ക്യാൻ ടേക്ക് ദിസ് ലാഡർ. എന്നിട്ട് ഇവിടെ ഒരു പിക്ചറുണ്ട്, ഒരു ഗേളിൻ്റെ ഗോൾഡൻ ഹെയർ ആണ് കാണിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ കളർ ഓഫ് ഹർ ഹെയർ എന്ന് ചോദിക്കാം. അടുത്ത ഗെയിം ബോർഡ് എന്ന് പറയുന്നത് ഡെയിലി റുട്ടീൻ എന്നുള്ള ഗെയിം ബോർഡാണ്. ഇതിൽ കാണുന്നത് എല്ലാം ഹാബിച്വൽ ആക്ഷൻസ് ആണ്, നിങ്ങളുടെ ഡെയിലി റുട്ടീൻസ് ആണ്, എന്നും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇന്ന് രാവിലെ എണീക്കുന്നു, ഫ്രഷ് ആവുന്നു, സ്കൂളിൽ പോകുന്നു, അങ്ങനത്തെ കുറേ പിക്ചേഴ്സാണ് ഇതിൽ കാണുന്നത്.
അപ്പോൾ ഇതിലെന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു സെക്കൻഡ് പിക്ചർ കാണുന്നത് ഒരു കുട്ടി ഉറക്കത്തുനിന്ന് എണിക്കുന്ന ഒരു പിക്ചറാണ്. അപ്പോൾ അതെന്ത് ചോദിക്കാം? എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഡു യു ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് എന്ന് ചോദിക്കാം. അപ്പോൾ യെസ്, ഐ ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. സോ അതാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ലാംഗ്വേജ് ഔട്ട്പുട്ട്. പ്രോഗ്രസീവ് എന്ന് പറയുന്ന കീബോർഡാണ്. പ്രോഗ്രസീവ് ഫോംസ് എന്ന് പറഞ്ഞാൽ ING ഫോംസ്, അതായത് റൈറ്റിംഗ്, സ്ലീപ്പിംഗ്, ടീച്ചിങ്, ഈറ്റിംഗ്, ഇതൊക്കെ ഈ ING ഫോംസ് അതായത് പ്രോഗ്രസീവ് ഫോംസിലാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ കുറേ ടൈം ഗ്രിഡ്സ് കൊടുത്തിട്ടുണ്ട്. 6:45 ടുമോറോ, 7 യെസ്റ്റർഡേ, 6:30 യൂഷ്വലി, ഇങ്ങനെയൊക്കെ കുറച്ച് ടൈം ഗ്രിഡ്സ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ 6:45 ടുമോറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ 7 യെസ്റ്റർഡേ, പിന്നെ 6:30 യൂഷ്വലി, ഇങ്ങനെയൊക്കെ ടൈം ഗ്രിഡ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിലിപ്പോൾ 6:30 എന്നുള്ള ഈ ബോക്സിന് വെച്ചിട്ടാണ് നമ്മൾ എന്താ ചോദിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് ആർ യു ഡൂയിങ് യൂഷ്വലി അറ്റ് 6:30. യൂഷ്വലി എന്നുള്ള, അതായത് സാധാരണ നിങ്ങൾ 6:30 എന്താണ് ചെയ്യാറുള്ളത്. അതുപോലെ ഈ ഒരു ബോക്സിന് വെച്ചിട്ടാണെങ്കിൽ 6:45 ടുമോറോ എന്ന് പറയുന്നത് വാട്ട് വിൽ യു ബി ഡൂയിങ് അറ്റ് 6:45 ടുമോറോ. അതുപോലെ ഇതിൽ 7 യെസ്റ്റർഡേ, വാട്ട് were you doing at 7 o'clock yesterday. ഇങ്ങനെ നമ്മൾ അതും ഈ പറഞ്ഞ പോലെ ടെൻസ് തന്നെയാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പ്ലസ് നിങ്ങൾ സെൻറ്റൻസ് ഫ്രെയിമും കൂടെ പഠിക്കുന്നു. അടുത്ത ഗെയിം ബോർഡിൻ്റെ പേര് ആക്ഷൻസ് എന്നാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ആക്ഷൻസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിൽ ചോദിക്കാം. ഇപ്പോൾ ഈ ഒരു പിക്ചർ കാണുമ്പോൾ വാട്ട് ഈസ് ഷീ ഡൂയിങ് അല്ലെങ്കിൽ വാട്ട് ഈസ് ഹീ ഡൂയിങ്, ഇങ്ങനത്തെ സെൻറ്റൻസസ്, കോമൺ സെൻറ്റൻസസ് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ഇഫ് അല്ലെങ്കിൽ വെൻ, ഇങ്ങനത്തെ യൂസേജസ്, ഇഫ് വെൻ എന്നുള്ള ഒരു യൂസേജസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ യൂസേജസ് നിങ്ങൾക്ക് കൂടുതൽ പരിചയപ്പെടാൻ ഇത് നല്ലതാണ്. അപ്പോൾ ഈ ഒരു ബോക്സിൽ നിങ്ങൾക്ക് ഒരു കുട്ടി ഹാൻഡ് വാഷ് ചെയ്യണത് കാണാം. അപ്പോൾ ഇതിൽ സംബന്ധിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് യു ഡോണ്ട് വാഷ് ദ ഹാൻഡ്സ് എന്ന് ചോദിക്കാം. ഇഫ് യു ഡോണ്ട് വാഷ് ദ ഹാൻഡ്സ് യു വിൽ ഗെറ്റ് ഡിസീസ്. അങ്ങനെ ഒരു സെൻറ്റൻസ് നമുക്ക് ആൻസറായിട്ട് കൊടുക്കാം. അതുപോലെ ഇവിടെ 2 പിക്ചേഴ്സ് നമുക്ക് ക്ലബ് ചെയ്തുകൊണ്ട് ചോദിക്കാം. അവിടെയാണ് നമ്മൾ വെൻ യൂസേജസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വെൻ ഹി വാസ് ക്രൈയിങ് ഷീ വാസ് റീഡിങ് ദ ബുക്ക്. വെൻ ഹി വാസ് ക്രൈയിങ് ഷീ വാസ് റീഡിങ് ദ ബുക്ക്. ഇങ്ങനെയുള്ള ഒരു ലാംഗ്വേജ് ഔട്ട്പുട്ടാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. യൂഷ്വലി സാധാരണ കോമൺ സെൻറ്റൻസസും നിങ്ങൾക്ക് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഇഫ് വെൻ യൂസേജസും കൂടുതൽ പരിചയിക്കും. അടുത്ത ഗെയിം ബോർഡ് എന്ന് പറയുന്നത് റൂൾസ് എന്ന് പറയുന്ന ഈ ഗെയിം ബോർഡാണ്. ഇതിൽ ഒരുപാട് സൈൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് കൂടുതലായിട്ടും മോഡൽ ഓക്സിലറീസ് ഉണ്ട്. അതുപോലെ തന്നെ ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്. ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ചില കാര്യങ്ങൾ ചെയ്യാം. ഇത് പലർക്കും, വലിയവർക്കായാലും കുട്ടികൾക്കായാലും ചില കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഗെയിം ബോർഡ് കൂടിയാണിത്. അപ്പോൾ ഇതിൽ 3rd ബോക്സ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് സ്ലോ എന്ന് പറയുന്ന ഒരു ബോക്സാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനാണെങ്കിൽ വാട്ട് ഷുഡ് ഐ ഡു ഇഫ് ഐ സീ ദിസ് സൈൻ, അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. അപ്പോൾ അതിന് ആൻസറായിട്ട് ഐ ഷുഡ് ഗോ സ്ലോ വെൻ ഐ സീ ദിസ് സൈൻ. അങ്ങനെ ഒരു മോഡൽ ഓക്സിലറിയാണ് ഇതിൽ കൂടുതലായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. പിന്നെ ഡോൺസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ മൊബൈൽ ക്രോസ് ചെയ്തിട്ടുള്ള ഒരു സൈനാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വാട്ട് ഷുഡ് ഐ ഡു ഇഫ് ഐ സീ ദിസ് സൈൻ. അപ്പോൾ യു ഷുഡ് നോട്ട് യൂസ് മൊബൈൽസ് ഇഫ് യു സീ ദിസ് സൈൻ. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഇങ്ങനത്തെ സിഗ്നൽസിനെ കുറിച്ചിട്ടുള്ളൊരു അവയർനെസ്സും കൂടിയാണ് ഈ ഒരു ഗെയിം ബോർഡ്. The next card is about preposition. Preposition എന്ന് പറഞ്ഞാൽ it's one of the parts of speech. Preposition in, on, between, among, behind, under, ഇതൊക്കെ prepositions ആണ്. അപ്പോൾ ഇത് ഏറെക്കുറെ എല്ലാ സെൻറ്റൻസിലും prepositions ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത് വളരെ ഈസിയാണ് നിങ്ങൾക്ക് ഫ്രെയിം ചെയ്യാനായിട്ട്. കാരണം ഈവൻ ഫ്രം വൺ പിക്ചർ നമുക്ക് ഒരുപാട് സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു പിക്ചറിൽ കാണുന്നുണ്ട്, ഒരു ടേബിൾ കാണുന്നുണ്ട്, അതിൻ്റെ മുകളിലൊരു എഗ്ഗ് ഉണ്ട്, താഴെ ഒരു ഡോഗ് നിൽക്കുന്നുണ്ട്, സൈഡിലൊരു ഹെന്നിൻ്റെ പിക്ചറുണ്ട്. അപ്പോൾ ഇതിൽ വേർ ഇസ് ദ എഗ് എന്ന് ചോദിച്ചാൽ ദ എഗ് ഇസ് ഓൺ ദ ടേബിൾ എന്ന് നമ്മൾ ആൻസർ പറയും. അപ്പോൾ ഓൺ എന്നുള്ളതാണ് അവിടെ പ്രപ്പോസിഷൻ വരുന്നത്. അതുപോലെ വേർ ഇസ് ദ ഡോഗ് എന്ന് ചോദിച്ചാൽ ദ ഡോഗ് ഇസ് അണ്ടർ ദ ടേബിൾ എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ അണ്ടർ ആണ് അവിടെ പ്രപ്പോസിഷൻ. ദെൻ വേർ ഇസ് ദ ഹെൻ, ഹെൻ ഇസ് നിയർ ടു ദ ടേബിൾ എന്ന് ആൻസർ കിട്ടും. അപ്പോൾ അങ്ങനെ നിയർ എന്നുള്ള പ്രപ്പോസിഷൻ നമ്മൾ പഠിച്ചു. അങ്ങനെ ഇത് വളരെ ഈസിയാണ് ഇത് പഠിക്കാനായിട്ട്. എല്ലാ പിക്ചറും നോക്കിക്കഴിഞ്ഞാൽ അത് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രപ്പോസിഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും.
അപ്പോൾ നമ്മൾ 6 ഗെയിം ബോർഡ്സും പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ കടക്കാൻ പോകുന്ന നമ്മുടെ ലേണിംഗ് മാനുവലിലേക്കാണ്. ലേണിംഗ് മാനുവലിൽ ഓരോ ഗെയിം ബോർഡ്സിനെ ബേസ് ചെയ്തിട്ടും മാച്ച് ദ ഫോളോയിങ്, അതുപോലെ സ്പെൽ ചെക്ക്, പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, പിന്നെ പിക്കിംഗ് ഔട്ട് ദ വേർബ്സ് ആൻഡ് നൗൺസ്, അങ്ങനത്തെ എക്സസൈസസ് എല്ലാ ഗെയിം ബോർഡ്സിനെ ബേസ് ചെയ്തിട്ടും ഈ ബുക്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയുണ്ട്. കുട്ടികൾ കളിക്കട്ടെ, നമുക്ക് പഠിക്കാം, അവരെ കളിയിലൂടെ പഠിപ്പിക്കാൻ. ഈ കളി കാര്യമാണ്. ലാംഗ്വേജ് ലാഡർ, a playway method of learning language from Masters Club of English.